17 languages, 26 states, 1200 നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് 8ന്റെ COVID-19 സംശയങ്ങൾക്ക് മറുപടി നൽകാൻ വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കൊല്ലം കിംസ് ഹോസ്പിറ്റലിലെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ സോയ് ജോസഫ് ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇപ്പം ആശുപത്രികളുടെ കാര്യം തന്നെ നമുക്ക് തുടങ്ങാം. കാരണം ഓരോ ആശുപത്രിയും നമ്മൾ കേൾക്കുന്നുണ്ട്, ഡൽഹിയിലൊക്കെ ഒരുപാട് പേഷ്യൻസിൻ്റെ കൂടെ ഇടപഴകുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിലും ഡോക്ടേഴ്സിനും നഴ്സസിലേക്കും ഒക്കെ രോഗം പകരുന്നു എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. വളരെ വിഷമകരമായ കാര്യമാണ്. കാരണം ആരോഗ്യ പ്രവർത്തകർക്ക് വന്നാലാണ് ഇത് ഏറ്റവും കൂടുതൽ മോശം അവസ്ഥയിലേക്ക് പോകുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം എന്തൊക്കെയാണ് ആശുപത്രികൾ എടുക്കുന്ന മുൻകരുതലുകൾ, അവർ സ്വീകരിക്കുന്ന മറ്റ് രീതികൾ, ഇപ്പോൾ പുതുതായുള്ള റൂൾസ് ഉണ്ടാവും, അതൊക്കെ എന്താണ്? ദ മോസ്റ്റ് എക്സ്പോസ്ഡ് പീപ്പിൾ, അതായത് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നത് തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ബി ഡോക്ടേഴ്സ്, നഴ്സസ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ഇവരാണ് ഏറ്റവും ഇമ്മീഡിയറ്റ് ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നവർ. സോ ഹോസ്പിറ്റൽസിന് ഇപ്പം ചെയ്യുന്നതെന്ന് പറയുന്നത് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഇറ്റലി തന്നെ ഓൾമോസ്റ്റ് മോർ ദൻ 50 ഡോക്ടേഴ്സ് മരിച്ചിട്ടുണ്ട് ഈ എപ്പിഡമിക്കിൽ. സോ പീപ്പിൾ പിന്നെ സിക്ക് ആകുമ്പോഴത്തേക്കും അവരെ നോക്കാൻ ഹെൽത്ത് കെയർ സ്റ്റാഫ് ഇല്ലാതാവും. സോ വാട്ട് വി ഡു, നമ്മളിപ്പം കിംസിൽ ആസ് പെർ അവർ ചെയർമാൻസ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എല്ലാ കിംസ് ഹോസ്പിറ്റൽസിലും, ആൻഡ് ഐ ബിലീവ് എല്ലാ ഹോസ്പിറ്റൽസും ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ദേ ഹാവ് എ സെപ്പറേറ്റ് ഫെസിലിറ്റി, ദേ ഹാവ് എ സെപ്പറേറ്റ് ബിൽഡിംഗ് ഇഫ് പോസിബിൾ. ആൻഡ് ആ ബിൽഡിങ്ങിൽ മാത്രം നമ്മൾ മെയിൻ ഗേറ്റിൽ തന്നെ ഫസ്റ്റ് പോയിന്റ് ഓഫ് നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. ഇഫ് ദർ ഇസ് എനി ഡിസ്ക്രിപ്പൻസി നമ്മൾ അവരെ അപ്പം തന്നെ നമ്മൾ ഒരു സെപ്പറേറ്റ് ഫീവർ ക്ലിനിക് ഉണ്ട്. ആ ഫീവർ ക്ലിനിക്കിനോട് അഡ്ജസ്റ്റ് തന്നെ ഒരു വാർഡ് ഉണ്ട്, ആൻഡ് ദർ ആർ സെപ്പറേറ്റ് റൂംസ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓൾ ദ സ്റ്റാഫ് അവരവരുടെ PPE, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്, അവർക്ക് പ്രോപ്പർ ട്രെയിനിങ്, ഡോണിങ് ആൻഡ് ഡഫിങ് എന്ന് പറയും, അത് എങ്ങനെ ഇടണം, അതെങ്ങനെ ഊരണം, കോൺസ്റ്റൻറ്റ് ട്രെയിനിങ്, ഡെയിലി ട്രെയിനിങ് നമ്മൾ അവർക്ക് കൊടുക്കും. പിന്നെ ഓൾ ദ പബ്ലിക് ഏരിയാസ് നമ്മൾ ഡിസിൻഫെക്റ്റ് രാവിലെയും വൈകിട്ടും ചെയ്യും. ഇവർക്കെല്ലാം പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക ആണ് മെയിൻ തിങ്. സ്വാഭാവികമായിട്ട് ഈ ഷിഫ്റ്റിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, ഓവർ ടൈം ചെയ്യുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ ഒരു വലിയ ടീമിനെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണോ? നമ്മൾ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ടീമിനെ വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഈ PPE ഇട്ട് നിൽക്കുന്നവർക്ക് മോർ ദാൻ 4 hours അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്ത് ഇറ്റ് വിൽ ബി ഹോട്ട്, ദേ വോണ്ട് ബി ഏബിൾ ടു ഡ്രിങ്ക് വാട്ടർ, ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല. സോ അവർക്ക് വേണ്ടി നമ്മളൊരു 4 hour ഷിഫ്റ്റ് വെച്ചിരിക്കുക. ഈ ഒരു ഷിഫ്റ്റിൽ 4 hours 2 പേര് കാണും. ഒരാൾ ഈ PPE ഡ്രസ്സിലായിരിക്കും, ഒരാൾ ഡോക്യുമെന്റേഷനും. ആഫ്റ്റർ 4 hours ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യും. എന്നിട്ട് ദി അതർ പേഴ്സൺ വിൽ ഗോ ഇൻ ടു ദ PPE ആൻഡ് ദ സെക്കൻഡ് പേഴ്സൺ വിൽ going back into the documentation. ഇത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരു നഴ്സിന് അങ്ങനെ ഇത്തരത്തിലൊരു പ്രശ്നം, ബുദ്ധിമുട്ട് കോവിഡ് ഉണ്ടായിട്ടുള്ളൂ. അതും ക്യൂറായി പുള്ളിക്കാരി വീട്ടിൽ പോകുന്ന സന്തോഷ വാർത്തയും മുഖ്യമന്ത്രി പറഞ്ഞു നമുക്കറിയാം. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊന്നും സംഭവിക്കുന്ന അതല്ല. അതിപ്പം സർക്കാർ ആശുപത്രി ആണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഒരുപാട് പേര് ഇത് വേണ്ടത്ര ഇവിടെ കൊടുക്കുന്ന ഈ PPE എന്ന് പറയുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളത് ഒന്നും ലഭിക്കാതെ നോർമൽ ഡ്രസ്സിലൊക്കെയാണ് ഇവർക്ക് കയറി പോകേണ്ട, ICUവിലൊക്കെ കയറി പോകേണ്ട അവസ്ഥ വരുന്നത്. അത് എത്രത്തോളം അപകടമാണ് ഉണ്ടാക്കുന്നത്? അത് ഭയങ്കര ഡേഞ്ചറസാണ്. ഇത് ആക്ച്വലി ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ പേഷ്യൻസ് വരുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതിൻ്റെ അകത്ത് അവർ മറച്ചു വെക്കും അവർക്ക് ട്രാവൽ ഹിസ്റ്ററി ഉണ്ടോ, ഇനി അവരുടെ റിലേറ്റീവ്സോ പേരൻസോ ആരെങ്കിലും അവരുടെ കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ട്രാവൽ ഹിസ്റ്ററി ഉണ്ടോ, ബിക്കോസ് അവർക്ക് പേടിയാണ് ഐസൊലേഷനിൽ പോവുമോ, അവരെ ക്വാറന്റൈനിൽ വിടുവോ. സോ എന്താ പറ്റുന്നത്, അവർ ഈ ഇൻഫർമേഷൻ എല്ലാം ഹൈഡ് ചെയ്യും. സോ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സും ഹെൽത്ത് കെയർ സ്റ്റാഫിനും അവർക്ക് ഒരു റിലയബിൾ ഇൻഫർമേഷൻ ഇല്ല, ആൻഡ് ദേ ഗെറ്റ് എക്സ്പോസ്ഡ്. സോ ഈ ഇനീഷ്യലി എന്നാ പറ്റിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും PPEs കൊടുത്തില്ലായിരുന്നു. എല്ലാവരും അത്രയും കെയർ എടുത്തില്ല, ബിക്കോസ് എക്സ്പെക്ട് ചെയ്തു പേഷ്യൻസ് വരുന്നവർ കറക്റ്റ് ഇൻഫർമേഷൻ തരുമെന്ന്. പക്ഷേ ഇപ്പം വന്ന് ഓൾ PPEs മാൻഡേറ്ററി എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫിനും ഹൂ ഗോസ് ഇൻ ടു ഡയറക്റ്റ് ടച്ച് വിത്ത് ദ കോവിഡ് പേഷ്യൻസ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു, നമുക്ക് ഈ മാസ്ക് ഇട്ട് തന്നെ കുറേ നേരം ഇരിക്കുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഇത്രയും 4 മണിക്കൂറെങ്കിൽ 4 മണിക്കൂർ ആ ഫുൾ ഇതിൽ നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഡോക്ടർ, മറ്റൊരു കാര്യം കോവിഡിൻ്റെ സ്റ്റേജസ് ആണ്. സ്റ്റേജസിൽ പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ 2 സ്റ്റേജ് കഴിഞ്ഞ് 3-ാം സ്റ്റേജിൽ എത്തിയാൽ അത് വലിയ പ്രശ്നമാണ് എന്നൊക്കെ നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞും ഇല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യമന്ത്രിയും പറഞ്ഞും അറിയാം. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റേജസ് വരുന്നത്? ഇതിൻ്റെ അകത്ത് ഒരു ക്ലിയർ സെറ്റ് ഓഫ് സ്റ്റേജസ് എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് സ്റ്റേജസ് ഒരു പേഷ്യൻ്റ് ഫോൾ സിക്ക്, അത് വിൽ ബി എ ഡയറക്റ്റ് പേഷ്യൻ്റ് വിത്ത് ട്രാവലിംഗ് കഴിഞ്ഞ് വന്നു. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഈ പേഷ്യൻ്റ് കോവിഡ് പോസിറ്റീവ് ആവും. സോ ഇറ്റ് ദിസ് സ്റ്റേജ് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം.
ദെൻ സെക്കൻഡ് ഫേസിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ പേഷ്യൻ്റ് അതായത് റിലേറ്റീവ്സ്, ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ആരെങ്കിലും കണ്ട് സംസാരിച്ചു, സ്പ്രെഡായി. സോ ഇവരെയും കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി ഈസിയാണ്. ഇവർ ഓഫ്കോഴ്സ് നോട്ട് ഈസി, ബട്ട് അവരെ ഡെഫിനറ്റീവ് പ്രോട്ടോകോൾസ് ഉണ്ട്. നമുക്ക് അവരെ ഐസൊലേറ്റ് ചെയ്യാം, ക്വാറന്റൈൻ ചെയ്യേണ്ടവരെ ചെയ്യാം, ടെസ്റ്റ് ചെയ്യേണ്ടവരെ ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഈ തേർഡ് ഫേസിൽ നിന്ന് ഫോർത്ത് ഫേസിലേക്ക് പോകുന്നതാണ് കമ്മ്യൂണിറ്റി സ്പ്രെഡ്. അതാണ് നമ്മളെല്ലാവരും വളരെയധികം ഭയക്കുന്ന ഒരു സിറ്റുവേഷൻ. ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്ന് പറയുമ്പം ഇതിൻ്റെ പേഷ്യൻ്റ് സീറോ, ആ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സ്പ്രെഡ് ആയത് ആ പേഷ്യൻ്റ് സീറോയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും. അതായത് ട്രാവൽ ഹിസ്റ്ററി ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ കോൺടാക്ട് പേഷ്യൻ്റ് ആയിരിക്കാം, ബട്ട് അത് ഭയങ്കര സ്പീഡിൽ ഒരു ഗിവൺ കമ്മ്യൂണിറ്റിയിൽ സ്പ്രെഡ് ആവും, ഭയങ്കര സ്പീഡിൽ. സോ വി വോണ്ട് ബി ഏബിൾ ടു ട്രാക്ക് പേഷ്യൻ്റ് സീറോ ആൻഡ് വി ഡോണ്ട് ഹാവ് ടു ഓൾസോ അറ്റ് ദാറ്റ് പോയിന്റ്, ബിക്കോസ് പിന്നത്തെ ഇമ്മീഡിയറ്റ് ഇതെന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ്, ഐസൊലേഷൻ ആൻഡ് സോ ഓൺ ദ പ്രോട്ടോകോൾസ്. ഓക്കെ, ഇറ്റലിയിലും അമേരിക്കയിലൊക്കെ ഈ പറഞ്ഞ തേർഡ് സ്റ്റേജിലേക്ക് എത്തിയപ്പോഴാണ് കാര്യങ്ങൾ വഷളായി. ആൻഡ് വി ഹാവ് എ ഫോർത്ത് സ്റ്റേജ് ഓൾസോ, വിച്ച് ഇസ് ദി ഫൈനൽ പാൻഡമിക് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഔട്ട് ഓഫ് കൺട്രോൾ. നമ്മുടെ ICMR ഹാസ് ബോട്ട് ഇൻ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ബിറ്റ്വീൻ 2 and 3. ദാറ്റ് ഇസ് എ ലാർജ് കണ്ടെയ്ൻമെന്റ്, എ ലാർജ് ഔട്ട്ബ്രേക്ക്, amenable to containment. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത. So this is an intermediate stage. അതായത് ഔട്ട്ബ്രേക്ക് ആയിട്ടുമില്ല, പക്ഷേ നമുക്കത് കൺട്രോൾ ചെയ്യാം. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്, കോഴിക്കോട് നിന്നാണ് ഗിരീഷ്. ഗിരീഷ്, എന്താണ് സംശയം? ഡോക്ടറോട് ചോദിച്ചോളൂ. ഇപ്പം ദക്ഷിണ കൊറിയ, ചൈന ഇവിടങ്ങളിലൊക്കെ തന്നെ രണ്ടാമതും രോഗികൾക്ക് തന്നെ വീണ്ടും ഭേദമായവർക്ക് വീണ്ടും കോവിഡ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അതില് ഈ രോഗികൾക്ക് വരുന്നത് സമ്പർക്കം മൂലമാണോ, അല്ല അവർക്ക് ഇവരുടെ ശരീരത്തിലുള്ള വൈറസ് വീണ്ടും ആക്റ്റീവ് ആയിട്ടാണോ ഉണ്ടാകുന്നത്? ഇതിൻ്റെ അകത്ത് ഒത്തിരി ഇൻകൺക്ലൂസീവ് റിപ്പോർട്ട്സ് ഉണ്ട്. അതായത് വന്നവർക്ക് വീണ്ടും വരുന്നു എന്ന് പറയുന്നത് അല്ല കറക്റ്റ് ഇൻഫർമേഷൻ. പക്ഷേ ദർ ഇസ് എ സെക്കൻഡ് വേവ് ഓഫ് ഔട്ട്ബ്രേക്ക്, അതായത് വീണ്ടും ഈ കോവിഡ് സ്പ്രെഡ് ആവുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വൈറസ് എങ്ങനെ സ്റ്റാർട്ടായെന്ന്. ഈ വൈറസ് സ്റ്റാർട്ടായതെന്ന് പറയുന്നത് ആനിമൽസിൽ നിന്നാന്ന് പറയുന്നുണ്ട്. സിവറ്റ് കാറ്റ്സ്, നമ്മുടെ മരപ്പട്ടി അല്ലെങ്കിൽ വെരുക്, അവിടുന്ന് ആ സ്പ്രെഡായി തുടങ്ങിയത്. സോ ഇപ്പോഴും നമുക്ക് കൊറോണ വൈറസ് എങ്ങനെ സ്റ്റാർട്ടായെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യണം എങ്ങനെ അവിടുന്ന് സ്പ്രെഡായി, എന്നാലേ നമുക്കിതിൻ്റെ ഫ്യൂച്ചർ ഔട്ട്ബ്രേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ. പലർക്കും സംശയമുണ്ട്, ഇത് എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്? ചിലരൊക്കെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് പോകാറുണ്ട്, ചിലർ ഒരുപാട് ദിവസം എടുക്കാറുണ്ട്. അപ്പം എന്താണ് ഈ ട്രീറ്റ്മെന്റിന്റെ സ്റ്റേജസ് എങ്ങനെയാണ്? നമ്മുടെ ഈ കോവിഡിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ്. അതായത് നമുക്ക് റെസ്പിറേറ്ററി ഇൽനെസ്, അതായത് കഫിങ്, റണ്ണിങ് നോസ്, ഫീവർ, ഇതൊക്കെ സിംറ്റമാറ്റിക് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഒരു 80% ഓഫ് ദി പേഷ്യൻസ് ഈ ട്രീറ്റ്മെൻറ്റും കൊണ്ട് സുഖമായിട്ട് പോകും. ബട്ട് 1 in 6 പേഷ്യൻസ് അവർക്ക് ഈ സീരിയസ് സിക്നസ്സിലേക്ക് അഗ്രവേറ്റ് ചെയ്യും. അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഡയബറ്റീസ് ആകാം, ഹൈ ബ്ലഡ് പ്രഷർ ആകാം, ക്യാൻസർ, ഇങ്ങനത്തെ സിക്നസ്സും കൊണ്ട് അവരുടെ ഈ സിറ്റുവേഷൻ എലിവേറ്റ് ചെയ്യും. അവർക്കാണ് ഈ പറഞ്ഞ കണക്ക് വെന്റിലേറ്റർ സപ്പോർട്ടും ഓക്സിജൻ തെറാപ്പിയും ഒക്കെ വേണ്ടി വരുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണെങ്കിൽ പോലും അത് ബുദ്ധിമുട്ടാണ് മറ്റ് രോഗങ്ങളുള്ള ആൾക്ക്. സ്റ്റാർട്ടിംഗ് സ്റ്റേജസിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ഒരു നല്ലൊരു റിക്കവറി പോയിന്റ് ഉണ്ട്. ലൈക്ക് വി ഹേർഡ് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ 90-year-old പേഷ്യൻസ് ഒക്കെ ക്യൂർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് വെരി പോസിബിൾ. ഓക്കെ ഡോക്ടർ, UK നിന്ന് നമുക്കൊരു കോളർ ഉണ്ട്, അനീഷാണ്. അനീഷ്, സംശയം ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, എന്റെ പേര് അനീഷ് എന്നാണ് സാറേ. ഞാൻ എന്റെ ഭാര്യ ഇവിടെ NSS വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവൾക്കൊരു സിംറ്റംസ് കാണിച്ച് 3-4 ദിവസം നല്ല ടെമ്പറേച്ചർ, ബോഡി പെയിനൊക്കെ ആയിട്ട്. പക്ഷെ അവള് റിക്കവറി സ്റ്റേജിലാണുള്ളത്. ഇപ്പൊ കുട്ടികൾക്കും എനിക്കും നല്ല പനി വന്നു. അപ്പൊ ഇവിടെ വിളിച്ചു കഴിയുമ്പോൾ ഒരു 14 days കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ഇതാണ് സാർ? അവർക്ക് കൺസേൺ ആണ് ഞങ്ങൾ. കോവിഡ് ആണെന്ന് അറിയാനുള്ള ദി ഒൺലി വേ ഇസ് ടു ലാബ് ടെസ്റ്റ്. ലാബ് ടെസ്റ്റ് ചെയ്താലേ ഇത് കോവിഡ് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ കോവിഡ് ആണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ഇതിൻ്റെ സിംറ്റംസ് ഈസ് സിമിലർ ടു ഇൻഫ്ലുവൻസ, സിമിലർ ടു കോമൺ കോൾഡ്, കോമൺ ഫ്ലൂ. സോ നമുക്ക് എക്സാക്ട്ലി അത് അറിയണമെങ്കിൽ ഇഫ് യു ആർ കൺസേൺ നമുക്ക് ഈ ടെസ്റ്റ് തന്നെ ചെയ്യണം. ദാറ്റ് ഈസ് ദി ഇമ്മീഡിയറ്റ് വേ ടു ഡു ഇറ്റ്. പിന്നെ യു ക്യാൻ വെയിറ്റ് എ ഫ്യൂ ഡേയ്സ് ആൻഡ് സി ഇത് കൂടുന്നുണ്ടോ ഇല്ലയോ. വീട്ടിൽ തന്നെ ആണെങ്കിലും ഈ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ഫീവർ,
ഉള്ളത്, റണ്ണിങ് നോസിനുള്ളത്. You can hydrate yourself well. You can get more rest, sleep more, cover your body, be warm, take warm showers. ഇതും കൊണ്ടൊക്കെ നമുക്ക് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് നടക്കും. അദ്ദേഹത്തിൻ്റെ ഇഷ്യൂ കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നു. കാരണം ഡോക്ടർ, ഇവിടെ കുറച്ച് ആളുകളെങ്കിലും ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഈ ടെസ്റ്റിന് പോകാൻ വേണ്ടി മടിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇനി എങ്ങനെ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ക്വാറന്റൈനിലായാലോ, അസുഖമാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ടെൻഷൻ കാരണം ഹോസ്പിറ്റൽസിലേക്ക് എത്താത്ത കുറച്ച് ആൾക്കാർ. അത് ചിലപ്പം പനി വേറെ നോർമൽ ഫീവർ ആയിരിക്കാം, എങ്കിൽ പോലും അവർ മടിച്ചു നിൽക്കരുത് എന്ന് തന്നെയല്ലേ പറയേണ്ടത്? എന്ന് ഞാൻ പറയത്തില്ല. ബട്ട് മൈൽഡ് ഫീവർ ആണെങ്കിൽ rather than going to the hospital or traveling and get exposed, കുറച്ച് ദിവസം 2-3 ദിവസം വീട്ടിലിരുന്ന് ഒബ്സർവ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കണക്ക് ഹാവ് വാം വാട്ടർ, ഹൈഡ്രേറ്റ് യുവർ സെൽഫ്, ഫീവർ ഉണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻസ് കഴിക്കുക. ആൻഡ് സി 2-3 ദിവസത്തിനകം കൂടുന്നുണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ പോവുക. മേ ബി മോസ്റ്റ് ലൈക്ലി ചാൻസസ് അഡൾട്ട്സിന് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ ഉള്ള അഡൾട്ട്സിന് ദേ വിൽ ബി ഏബിൾ ടു withhold the symptoms. ഓക്കെ, കമ്മ്യൂണിറ്റി സ്പ്രെഡാണ് നമ്മൾ ഏറ്റവും ഭയക്കുന്ന, ഇല്ലെങ്കിൽ വലിയ ആശങ്കയുള്ളത്. മഹാരാഷ്ട്രയിലൊക്കെ ഏതാണ്ട് ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു പല സ്റ്റേറ്റുകളിലും അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്കയുമുണ്ട്. പക്ഷേ കേരളത്തിൽ നമ്മൾ കുറച്ചുകൂടി ആശ്വാസകരമാണ് കാര്യങ്ങൾ. എങ്കിൽ പോലും ആളുകൾ ഇപ്പോൾ ഒരുപാട് പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട? മാസ്ക് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നു. അത് എങ്ങനെയായിരിക്കണം? എത്രത്തോളം ശ്രദ്ധ ആ കാര്യങ്ങളിലൊക്കെ വേണം? കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്ക് പോകുന്നതിന് തന്നെയായിട്ട് ഓർ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ് DHS അവർ ഇപ്പം റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനില്ല. ആൻഡ് ദേ ഹാവ് കാറ്റഗറൈസ്ഡ് ഇൻ ടു കാറ്റഗറി 1, പ്രയോറിറ്റി കാറ്റഗറി 1. അതിൻ്റെ അകത്ത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹു ഹാവ് കം ഇൻ ടു ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ കോവിഡ് പേഷ്യൻസ് പോസിറ്റീവ്, പിന്നെ who have come into contact with isolation wards, suspect cases of COVID. പിന്നെ they have category 2. ഇവരെല്ലാം ഈ റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യും. സെക്കൻഡ് ഇസ് ഗവൺമെൻറ് ഒഫീഷ്യൽസ്, പോലീസ് ഒഫീഷ്യൽസ്, അംഗൻവാടി ഒഫീഷ്യൽസ്, ഇവരെ റേഷൻ കടയിലുള്ളവരെ, ഇവരെയെല്ലാം ടെസ്റ്റ് ചെയ്യും. പിന്നെ കാറ്റഗറി 3 എന്ന് പറയുന്നത് ഹോം ക്വാറന്റൈനിലിരിക്കുന്നവർ, ഹോം ഐസൊലേഷനിലിരിക്കുന്നവർ, ഇവരെയും ടെസ്റ്റ് ചെയ്യും. പിന്നെ 4th കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഹൈ റിസ്ക് ഗ്രൂപ്പ് അല്ലെങ്കിൽ പീപ്പിൾ അബവ് 60, ഇവരെ ടെസ്റ്റ് ചെയ്യും. സോ ഈ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇൻഫർമേഷൻ ഡിറൈവ് ചെയ്ത് ആയിരിക്കും അവർ ഇതിൻ്റെ ചെക്ക് ചെയ്യുന്നതും പിന്നെ ഫർദർ ട്രീറ്റ്മെൻറ്റും കണ്ടെയ്ൻമെൻറ്റ് പ്ലാനും ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഡോക്ടർ, ഒരു കോളർ കൂടിയുണ്ട്. നമസ്കാരം, ആരാ സംസാരിക്കുന്നത്? ഹലോ, മലപ്പുറം ഓമശ്ശേരി അബ്ദുൽ അസീസ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ സാറേ, യെസ്, 2 വിഷയമാണ് ശ്രദ്ധയിൽപ്പെടുത്താന്നുള്ളത്. ഒന്ന്, നമുക്കറിയാം നമ്മുടെ ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡിങ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലോ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പരിശോധനാ ഫലങ്ങളും എല്ലാം അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് പ്രത്യേകിച്ചാണ് നമ്മുടെ കാസർഗോഡ് ഒരു സ്പ്രെഡിങ് ഉണ്ടായി എന്നുള്ളത് വന്നപ്പോഴും അതിന്റെ പല റിസൾട്ടുകളും നമുക്ക് അത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവസാനത്തെ റിസൾട്ട്. അങ്ങനെ തന്നെയല്ല ഡോക്ടർ അറിവില്? ഇതുവരായിട്ടും അതാ ഞാൻ ഇപ്പം കുറച്ചു മുമ്പേ പറഞ്ഞത്. ഈ ICMR അതിനൊരു ഡിഫറെൻറ്റ് കാറ്റഗറി കൊടുത്തു. അതായത് ലാർജ് ഔട്ട് ബ്രേക്ക്, അമിനബിൾ ടു കണ്ടെയ്ൻമെൻറ്റ്. സോ ഒരു പെട്ടെന്നൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കേസസ് പോസിറ്റീവായി, പക്ഷേ നമുക്ക് അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റി, അതിനെ ഈക്വലി ഐസൊലേറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. സോ അത് ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ കട്ടായെന്ന് തോന്നുന്നു. സൂസൻ ചേരുന്നു തിരുവനന്തപുരത്ത് വന്ന. സൂസൻ ചോദിച്ചോളൂ ഡോക്ടറോട് സംശയം. ഹലോ ഡോക്ടർ. ഹലോ ഹലോ സൂസൻ, പറഞ്ഞു. എനിക്ക് 1 മാസം മുമ്പ് തൊണ്ടവേദന വന്നു. അപ്പൊ വേറെ ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പം ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് ഞാൻ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് എന്റെ അസുഖം കുറഞ്ഞു. കോവിഡ് ആണോ ഇല്ലയോ എന്ന് അറിയാനായിരുന്നു. ഇപ്പം 30 days ആയതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം പെർസിസ്റ്റിംഗ് ഫീവറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോഡി പെയിൻ, ഏക്സ്, റണ്ണിങ് നോസ് അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുവാണെങ്കിൽ ഡോക്ടറിനെ അഡ്വൈസ് ചെയ്യുന്നത് നല്ലതാണ്. ആസ് ഓഫ് നൗ യു ഷുഡ് ബി ഫൈൻ.
ഓക്കെ, ഇത് പലർക്കും ഉള്ള സംശയം കൂടിയാണ്. കാരണം പല സിംറ്റംസും നമ്മൾ പറയുന്നത് കാരണം, കോവിഡിന്റെ കാര്യത്തിൽ ഒരുപാട് സിംറ്റംസ് ഉള്ളത് കാരണം എന്തെങ്കിലും വരുമ്പോഴേ, ഇപ്പോൾ തൊണ്ടവേദന അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിംറ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വരുമ്പോൾ തന്നെ ആൾക്കാർ കുറച്ചുകൂടെ പാനിക് ആവുന്ന അല്ലെങ്കിൽ ഭയങ്കര പേടി വരുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്താണ്? ഇപ്പം സാധാരണ ചിലരൊക്കെ ദിശയിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനകത്ത് ബേസിക് ഇത് പാനിക് ചെയ്യാതിരിക്കുക. ബിക്കോസ് ഈ പറഞ്ഞ കണക്ക് നോർമൽ അഡൾട്ട്സിന് ഇതിനെ ചേർക്കാനുള്ള ഒരു അത്യാവശ്യം ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിക്കുണ്ട്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് ടു ഒബ്സർവ് യുവർ സെൽഫ്. ഒരു 1, 2, 3 ഡേയ്സ് ഒബ്സർവ് ചെയ്യുക. നമ്മുടെ ഫീവർ കൂടുന്നുണ്ടോ, ഇനിയിപ്പം റണ്ണിങ് നോസ് അല്ലെങ്കിൽ നമ്മുടെ ഓരോ സിംറ്റംസ് അഗ്രവേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇതാണ് ഒബ്സർവ് ചെയ്യേണ്ടത്. ഈ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ഹെൽത്ത് ഒഫീഷ്യൽസിനെ ഇൻഫോം ചെയ്യുക, ഇങ്ങനെ ഒരു സസ്പെക്റ്റ് കേസ് അല്ലെങ്കിൽ ഒരു സസ്പെഷൻ ഉണ്ടെന്ന്. അത് മാത്രം ചെയ്താൽ മതി. ആൻഡ് ഈ പറഞ്ഞ കണക്ക് സിംറ്റമാറ്റിക് മെഡിസിൻസ് കഴിക്കുക. ഇത് തന്നെ ആയിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് അതായിരിക്കും. സോ അത് നമുക്ക് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ നമ്മൾ പുറത്ത് പോയി എക്സ്പോഷറും കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഇപ്പം നമുക്ക് അസുഖത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ നമ്മൾ പുറത്ത് പോയി ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ നമുക്ക് വഴിയിലുള്ളവർക്ക് ഇത് സ്പ്രെഡ് ആകാതെ ഇരിക്കും. ഡോക്ടർ, മറ്റൊരു കാര്യം, കോവിഡിന്റെ പേടി കാരണം മറ്റസുഖമുള്ള ആൾക്കാർ, ഇപ്പം സാധാരണ ഇപ്പം ഷുഗർ, പ്രഷർ അങ്ങനെയല്ല പറയുന്നത്, ഇപ്പം എന്തെങ്കിലും മുറിവോ ഇല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോഴത്തേനും ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളൊരു മടി, അത് പേടിയാണ്. ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് വന്നാലോ എന്നൊക്കെയുള്ള പേടിയാണ്. അപ്പം അത്തരം ആളുകളുടെ അടുത്ത് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഡെഫിനറ്റ്ലി വൂണ്ട് നീഡ്സ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ. അന്നപ്പം ഹോസ്പിറ്റലിൽ വന്നേ പറ്റൂ. യു ഹാവ് ടു കം ടു ദ ഹോസ്പിറ്റൽ. അതിനുവേണ്ടി ഞാൻ ഈ പറഞ്ഞ കണക്ക് മിക്ക ഹോസ്പിറ്റൽസിലും ഇപ്പം കോവിഡ് പേഷ്യൻസ് അല്ലെങ്കിൽ കോവിഡ് സസ്പെക്ട് പേഷ്യൻസ് വേറെ ഒരു ബ്ലോക്കില്ല അല്ലെങ്കിൽ വേറെ ഒരു ബിൽഡിങ്ങില്ല. സോ ദേ ഡോണ്ട് ഹാവ് ടു ബി അഫ്രൈഡ്. അവർക്ക് നേരെ കാഷ്വാലിറ്റിയിൽ പോയി അവരെ ഡോക്ടർ കണ്ടിരിക്കും ആൻഡ് ദേ ക്യാൻ ടേക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്. റാദർ ദേ ഷുഡ് ടേക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്. ഇത് മാസ്കിന്റെ പ്രശ്നം കൂടി ചോദിക്കട്ടെ ഡോക്ടർ. മാസ്ക് എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന്, കാരണം നമുക്കിപ്പം കിട്ടാൻ തന്നെ വലിയ പ്രയാസമാണ്. അപ്പം ഏതൊക്കെ ടൈപ്പ് മാസ്കുകളാണ്? ഇപ്പം തുണിയുടെ മാസ്കാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്തരത്തിലുള്ള മാസ്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകുന്നവർ എത്തരത്തിൽ, അങ്ങനെ എന്താണ് ആ ഒരു മാസ്കിന്റെ യൂസ് എങ്ങനെയായിരിക്കണം കൃത്യമായിട്ട്? മാസ്കിൻ്റെ യൂസ് എല്ലാവർക്കും അറിയാം. ഐദർ ഇറ്റ് ഈസ് നോട്ട് ടു ഗെറ്റ് ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ വേറെ ആർക്കും ഇൻഫെക്ഷൻ കൊടുക്കാതിരിക്കാൻ. അതിനുവേണ്ടി ദ ഡെഫിനറ്റീവ് നോർം ഈസ് 100% കോട്ടൺ. 100% കോട്ടൻ്റെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടവൽസ് ഉണ്ട്, തിക്ക് ടവൽസ്. അതിൽ നിന്ന് കട്ട് ചെയ്ത് മാസ്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് എ ഹോം മെയ്ഡ് മാസ്ക് ദാറ്റ് ഇസ് ദി ബെസ്റ്റ്. ഒരു കോളർ കൂടിയുണ്ട് ഡോക്ടർ. നമസ്കാരം, ആരാ സംസാരിക്കുന്നത്? എൻ്റെ പേര് വിൻസാന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ. യെസ്, പറഞ്ഞു. ഹലോ സാറേ, പിന്നെ ടിവിയുടെ വോളിയം കുറച്ചിട്ട് ഡോക്ടറോട് സംശയം ചോദിക്കാമോ? പിന്നെ ഞാൻ ഗൾഫിലായിരുന്നു നേരത്തെ 3.5 കൊല്ലത്തിന് മുമ്പ്. ഇപ്പൊ ഇവിടെ ഉണ്ട് സാറേ. പിന്നാണെങ്കിലേ എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുമ്മല് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. 3 കൊല്ലം മുമ്പല്ലായിരുന്നോ ഗൾഫിൽ? 3 കൊല്ലം മുമ്പായിരുന്നു. ഇപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ തുമ്മല് വരും, അതേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. അത് ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട് ആകാൻ ചാൻസ് ഇല്ല. പിന്നെ കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്യുക. പനിയോ അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് വരുവാണെങ്കിൽ മാത്രം ഹെൽത്ത് കെയർ സെൻ്ററിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അദ്ദേഹം വന്നത് കുറച്ച് മുമ്പാണെന്ന് തോന്നുന്നു, 3 വർഷമായി. പക്ഷേ ഡോക്ടർ, ഇനി വരാൻ കുറച്ച് ആളുകളുണ്ട്. കാരണം നമുക്ക് പ്രവാസികളായിട്ടുള്ള എല്ലാവരും നാട്ടിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഒരുപാടായിട്ട് വരാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ളവരുണ്ട്. അപ്പം ചെറിയ സംശയങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അപ്പം നാട്ടിലേക്ക് ഇവരൊക്കെ ആഫ്റ്റർ മെയ് 3 ശേഷം എത്താൻ പോവുകയാണ്. അപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ദുബായിൽ നിന്നൊക്കെ വരുമ്പോൾ കൂടുതലായിട്ട് അവിടെയൊക്കെ കോവിഡ് സ്പ്രെഡ് ആകുന്ന സാഹചര്യത്തിൽ നാട്ടിൽ വന്നാൽ ഇവർ സ്വീകരിക്കേണ്ടത് ഏത് രീതിയിലായിരിക്കണം ഇവർ പോകുന്നത്, ഇവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ? ഡെഫിനറ്റ്ലി അതൊരു സാഡ് സിറ്റുവേഷനാണ്. ആൻഡ് വൺസ് ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു എക്സോഡസ്, ഒരു മാസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ട്രാവലിംഗ് നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി പീപ്പിൾ വരുന്നത് അവിടുത്തെ ലേബർ ക്യാമ്പ്സ് അല്ലെങ്കിൽ അവിടുത്തെ ഒത്തിരി കളക്റ്റീവായിട്ട് കമ്മ്യൂണിറ്റി ആയിട്ട് താമസിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് അവരെ ഇഫ് പോസിബിൾ ഒരു സെപ്പറേറ്റ് ഏരിയ, ഒരു സെപ്പറേറ്റ് സോൺ അവരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ ആ സെപ്പറേറ്റ് സോണിലേക്ക് മാറ്റി
ആ സോണിലേക്ക് മാത്രം എക്സ്ക്ലൂസീവായിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ഫുൾ ടൈം അവിടെ നിന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് ആയിരിക്കണം. വി കനോട്ട് അഫോർഡ് ടു ലെറ്റ് ദം ഗോ ഹോം. കിംസ് അത്തരത്തിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽ ഡോക്ടറിന് അറിയാമോ അത്തരത്തിൽ ഇവരെ ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ട് ക്വാറന്റൈനിൽ ഇരുത്തി ഇവിടെ അങ്ങനെ എന്തെങ്കിലും സംവിധാനം? ഇല്ല, ആസ് ഓഫ് നൗ നമ്മുടെ കേരള ഗവൺമെന്റ് അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. ബട്ട് എല്ലാ ഹോസ്പിറ്റൽസും അവരുടെ ഒരു റെസ്പെക്റ്റീവ് ബിൽഡിങ്സോ അല്ലെങ്കിൽ വാർഡ്സോ ഈ കോവിഡ് പേഷ്യൻസിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ കിംസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തും കോട്ടയത്തും കൊല്ലത്തും പെരിന്തൽമണ്ണയിലും സെപ്പറേറ്റ് ആയിട്ട് ഇത്ര നമ്പർ ഓഫ് ബെഡ്സ്, ഹോസ്പിറ്റലിൻ്റെ സൈസ് അനുസരിച്ച് ഇത്ര നമ്പർ ഓഫ് ബെഡ്സ് നമ്മൾ കോവിഡ് പേഷ്യൻസിന് വേണ്ടി നമ്മൾ ഡിമാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഗവൺമെൻറ് നമ്മളോട് പറയുക നൗ വി വിൽ നീഡ് ദിസ്, എന്നപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അതെ, ഇത് നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഓർഡറൊക്കെ കൊടുക്കാമെന്നല്ലാതെ പലരും കുടുംബത്തിനെ കാണാൻ ഇല്ലെങ്കിൽ ഇവരെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നാട്ടിൽ. നമുക്ക് അവരുടെ ഇമോഷൻ, അവരുടെ ഇതിൽ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോവുക, വീട്ടുകാരെ കാണുക, കുട്ടികളെ കാണുക എന്നുള്ളതൊക്കെ തൽക്കാലം മാറ്റി വെച്ച് ഇല്ലെങ്കിൽ കുടുംബങ്ങളും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും എത്തേണ്ടതാ. ഈ പറയുന്ന കണക്ക് ദീസ് ആർ ഹാർഷ് ടൈംസ്. അപ്പം നമുക്ക് ഹാർഷ് മെഷേഴ്സ് തന്നെ വേണം. ശരിയായി ഈ പറഞ്ഞ കണക്ക് റിലേറ്റീവ്സ്, ഫാമിലി, ഹസ്ബൻഡ്, വൈഫ്, ഇതെല്ലാം എല്ലാവരും പല സ്ഥലത്തായിരിക്കും. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ദ ഡെഫിനറ്റീവ് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നു, നമ്മൾ എല്ലാത്തിനെ കുറിച്ച് പറയുന്നു. ഇത്ര പ്ലാൻസ് ഉണ്ട്, ഇത്ര പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഇത്ര സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ബട്ട് ലാസ്റ്റ് വന്ന് നമ്മൾ ഒരേ ഒരു കാര്യത്തിലെത്തുന്നത് അവോയ്ഡ് കോൺടാക്ട്, സ്റ്റേ ഹോം. ദിസ് ഈസ് ദി ഓൺലി possible treatment right now. Okay. ഡോക്ടർ, ഈ ലോക്ക്ഡൗണിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. ലോക്ക്ഡൗൺ നമ്മൾ വളരെ കർശന നിയന്ത്രണങ്ങളോടെയൊക്കെ ഇത്രയും ദിവസം വന്നതായിരുന്നു. പക്ഷേ ആളുകൾ ഇപ്പോൾ വീണ്ടും ഇറങ്ങി തുടങ്ങി. ഇപ്പം ഈസ്റ്ററിൻ്റെ തലേന്നൊക്കെയായിരുന്നു കൂടുതലായിട്ട് ആൾക്കാർ എത്തിയിരുന്നത്, വിഷുവിൻ്റെ സമയത്തുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ അവസരം കിട്ടുമ്പോൾ പുറത്തു ചാടുന്ന, അല്ലെങ്കിൽ ഇപ്പം പോലീസിൻ്റെ പരിശോധനയാണെങ്കിൽ പോലും കൃത്യമായി എല്ലാവർക്കും ഓരോ കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ കാരണം കാണിക്കുമ്പോൾ ഒക്കെ പൊക്കോ എന്ന് പറയുമ്പം റോഡിൽ അത്രയും ആൾക്കാർ വരികയാണ്. കടകൾ ഒരുപാട് തുറക്കുന്നുണ്ട്, ചെറിയ ചെറിയ ഇളവുകളൊക്കെ സംസ്ഥാന സർക്കാരും കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ചെറിയ രീതിയിലെങ്കിലും വലിയ ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. ഇത് വളരെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകാം. ബിക്കോസ് ഇപ്പം എല്ലാവരും വിചാരിക്കുന്നത് നമുക്ക് കോവിഡ് കുറഞ്ഞു, പോസിറ്റീവ് കേസസ് കുറഞ്ഞു, അതുകൊണ്ട് നമ്മൾ കണ്ടെയ്ൻ ചെയ്തു, കർവ് ഫ്ലാറ്റൻ ചെയ്തു. ബട്ട് ഇറ്റ് ഈസ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും വിട്ടുപോകാം. ബിക്കോസ് ഈ ഒരാൾ മതി, ഏതെങ്കിലും ഒരു പോസിറ്റീവ് പേഷ്യൻ്റ് പുറത്ത് വന്ന് സ്പ്രെഡ് ആയാൽ ഇത് പറഞ്ഞ കണക്ക് ഇറ്റ് വിൽ സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ. അത് യൂത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം. കുറച്ച് പേരുടെയൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പം കാണുന്നതാണ് ചില കമൻറ്റ്സ്. അത് ഇത്ര ദിവസം, അതിപ്പോൾ ആശുപത്രിയിൽ പോയി കിടന്നില്ലെങ്കിലും വീട്ടിൽ കിടന്നാൽ ഇതങ്ങ് മാറും എന്നൊക്കെയുള്ളൊരു ഓവർ കോൺഫിഡൻസ് കുറച്ച് ആളുകൾക്കുണ്ട്. അപ്പം അത് എത്രത്തോളം അപകടമാണ് ഉണ്ടാക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ വായിക്കുന്നവരും ഇത് കാണുന്നവരും ആണ് ഫസ്റ്റ് ഈ അവർ വായിക്കുന്നതും കാണുന്നതും കറക്റ്റ് ഇൻഫർമേഷൻ ആണോ എന്ന് ഒരു സെക്കൻഡ് അനലൈസ് ചെയ്യണം. Because നമുക്ക് we can't stop people from publishing fake news because they are free to make their opinions. പക്ഷേ ഈ വായിക്കുന്നവർ, കാണുന്നവർ, they should be more smart. They should ഒന്നോ രണ്ടോ പേരോട് ചോദിക്കുക. അവരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൽ ഡോക്ടേഴ്സ് കാണും, മെഡിക്കൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് കാണും. അവരോടൊന്ന് ചോദിക്കുക, കൺസൾട്ട് ചെയ്യുക, ആൻഡ് ദെൻ ഗോ ഇൻ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. അതാണ് ഈ പോലീസിനൊക്കെ ഡ്രോണൊക്കെ ഉപയോഗിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നത് ഇത്തരം കുറച്ച് ആളുകൾ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഓരോ വിഷ്വൽസൊക്കെ ഫേസ്ബുക്കിലൊക്കെ വരുന്നത് കാണാം, ഓടിക്കുവാണ്, വേറെ വഴിയില്ല. കാരണം ഇവർ വീണ്ടും വീണ്ടും ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ഇവർ കൃത്യമായിട്ട് ഇവർക്കൊരു പ്ലാൻ ഇല്ല, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങുന്നവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഇല്ലെങ്കിൽ കിംസ് പോലെയുള്ള ആശുപത്രികളുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ബോധവൽക്കരണത്തിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്? ഈ ബോധവൽക്കരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത്ര ഈസി അല്ല. ഇറ്റ് ക്യാൻ ഹാപ്പൻ ഓൺലി ത്രൂ സോഷ്യൽ മീഡിയ. ബിക്കോസ് നമുക്കിപ്പം കോൺടാക്റ്റ് കുറച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഡിസ്റ്റൻസ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ്. സോ നമ്മളും കൂടെ പോയി കുറച്ച് പേരെ ഒരു ഗ്രൂപ്പായിട്ട് വെച്ച് അവർക്ക് ബോധവൽക്കരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ. സോ അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഓൺലൈൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ആൻഡ് ഡെഫിനറ്റ്ലി ഈ പറമ്പിലും പാടത്തുമൊക്കെ പോയിരിക്കുന്നവർ ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തവരായിരിക്കും. അറ്റ്ലീസ്റ്റ് ദേ ഹാവ് ഇറ്റ് ഇൻ ദിയർ ഫോൺസ്, ബട്ട് they don't want to. ഓക്കെ ഡോക്ടർ, എന്നാലും അത് തന്നെയാണ് നമുക്ക് ടോട്ടലി എടുത്തു പറയാനുള്ള കാര്യം. എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കാര്യങ്ങൾ കൃത്യമായി സർക്കാരും ആരോഗ്യ പ്രവർത്തകരും പറയുന്നത് അനുസരിച്ച് മുമ്പോട്ട് പോയാൽ തന്നെ ഇതിനെ നമുക്ക് അകറ്റാൻ സാധിക്കും. വളരെ നന്ദി വന്നതിലും സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞതിനും.
താങ്ക് യു. ഒന്നിച്ച് പോരാടാം പൂർണ്ണമാവുന്നു. വീണ്ടും നാളെ കാണാം. നമസ്കാരം.